നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും ഇന്ത്യ വിഷൻ്റെയും ഓണാശംസകൾ. കൊച്ചിയിൽ നടക്കുന്ന തിരക്ക് പിടിച്ച ഷൂട്ടിങ്ങിനിടയിൽ നിന്ന് ഒരല്പം സമയം കണ്ടെത്തി ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ ജനിച്ചു വീണ എൻ്റെ സ്വന്തം കുട്ടനാടൻ മണ്ണിൽ. ഇവിടെ നടക്കുന്ന ഈ കൊയ്ത്തുത്സവം പകർത്തിയെടുത്ത് നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ് ഈ ഓണനാട്. എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളുടെ ഗന്ധമാണ് ഈ മണ്ണ്. നെല്ല് വിതച്ച് കണ്ണിൽ എണ്ണയുമൊഴിച്ച് കാവലിരുന്ന് അത് കതിരാക്കി കറ്റമുറിച്ച് കെട്ടിയടുക്കി ചിക്കി കാറ്റത്ത് തൂറ്റി നെല്ലും പതിരും വേർതിരിച്ച് ആ നെല്ല് പുഴുങ്ങി കുത്തി അരിയാക്കി നമ്മളെ ഊട്ടുന്ന, ലോകത്തെ ഊട്ടുന്ന കേരളത്തിൻ്റെ സ്വന്തം നെല്ലറ കുട്ടനാട്. നമ്മുടെ കരുതൽ ധനമാണ് ഇവർ. ഈ കൊയ്ത്തുത്സവത്തിൻ്റെ ചൂര് പകരാൻ എന്നോടൊപ്പം നിങ്ങൾക്കേവർക്കും സുപരിചിതനായ കവി, അവതാരകൻ, നിരൂപകൻ PR പ്രസാദ്. നമസ്കാരം. എങ്ങനെയുണ്ട് ഓണം? ഓണം എന്നൊക്കെ പറയുമ്പോൾ ഇല്ലം നിറ, വല്ലം നിറ, പത്തായം നിറ എന്ന് പറഞ്ഞ് നെല്ല് പൊലിപ്പിച്ചുണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ ഊട്ടിയ പാരമ്പര്യമാണ് കുട്ടനാട്ടുകാർക്കുള്ളത്. പക്ഷേ ഇന്നത്തെ ഓണം ശരിക്കും കുട്ടനാട്ടുകാർ പോലും പുറത്തുനിന്ന് അരി വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ പിന്നെ കുട്ടനാടിന് പുറത്തുള്ളവരോ? കുട്ടനാടിന് പുറത്തുള്ളവർ കൂട്ടാൻ വേണ്ടി കുട്ടനാട്ടുകാരുണ്ടാക്കും. പക്ഷേ കുട്ടനാട്ടുകാർ പലപ്പോഴും നേപ്പാൾ അരി വാങ്ങി കഞ്ഞി വെക്കും എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന 40 രൂപയുടെ അരി വാങ്ങിച്ചാണ് കഴിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പുഴുങ്ങി കുത്തി മുറ്റത്ത് തന്നെ ഉണക്കിയെടുത്ത് അത് കുത്തിയെടുക്കുന്ന ചോറായിരുന്നു ഓണത്തിന് ഉണ്ടോണ്ടിരുന്നത്. ഇപ്പം അത് പാക്കറ്റുകൾ ബ്രാൻഡഡ് നെയിമിൽ വരുന്ന മില്ലുകളിൽ നിന്നൊക്കെ വരുന്ന പാക്കറ്റ് വാങ്ങി എരി വെക്കുന്ന അവസ്ഥയായി ഇന്ന്. സ്റ്റോൺലെസ് റൈസ് അതെ എന്ന് പറയുന്ന അവസ്ഥയായി. മുമ്പൊക്കെ എന്ന് പറയുന്നത് കാർഷിക സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഓണം വന്നിരുന്നത്. ഇന്ന് പലപ്പോഴും കൃഷിനാശത്തിൻ്റെയും ഈ യന്ത്രവൽകൃതമായ ആധുനിക സമൂഹത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ കുട്ടനാട്ടുകാരൻ്റെ മനസ്സ് മാറിയിരിക്കുന്നു. ഇന്ന് കൊയ്യാൻ തന്നെ ആളുകൾ വളരെ കുറവാണ്. യന്ത്രങ്ങൾ വന്നാൽ ആ യന്ത്രത്തെ ഉൾക്കൊള്ളാൻ പോകുന്ന ഒരു ഹൃദയവിശാലതയൊന്നും കുട്ടനാട്ടുകാർക്ക് ഇപ്പോഴും ആയി തീർന്നിട്ടില്ല. പക്ഷേ കാലത്തിനനുസരിച്ച് മാറാൻ കുട്ടനാടൻ കർഷകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വെള്ളപ്പൊക്കങ്ങളെയും എല്ലാ അതിവൃഷ്ടിയെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നെല്ലുൽപ്പാദിപ്പിക്കാനും കൊയ്യാനും അത് അരിയാക്കി ആൾക്കാരെ ഊട്ടാനും ഇപ്പോഴും കുട്ടനാടൻ കർഷകരുടെ മനസ്സ് തുടിക്കുന്നുണ്ട്. ശരിക്കും കൃഷി എത്ര നാശം വന്നാലും ശരി, വീണ്ടും വീണ്ടും വിത്തിറക്കി നഷ്ടം വന്നാലും വേണ്ടില്ല. ഈ കൃഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ്, ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങളുടെ സംസ്കാരമാണെന്ന് തിരിച്ചറിയുന്ന ഒരു പാരമ്പര്യം എന്തായാലും ഇപ്പോഴും ഉണ്ട്. കേരളത്തിൻ്റെയും കുട്ടനാടിൻ്റെയും ഒരു സിമ്പലാണ്. അതെ. അപ്പോൾ എല്ലാ കൊയ്ത്ത് കാലവും അത് കൊയ്ത്തിലേക്ക് എത്തിയാലും കൊയ്ത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലായി വിപണനം കഴിഞ്ഞും ദുരന്തങ്ങൾ മാത്രം ഏറ്റുവാങ്ങി വീണ്ടും വീണ്ടും വിളവിറക്കാൻ ദൃഢനിശ്ചയം ചെയ്തെടുത്ത മനസ്സാണ് കുട്ടനാടൻ കർഷകൻ്റെ. അവരുടെ കൊയ്ത്തുത്സവത്തിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിച്ചിരുന്ന ഒരു രാമൻ പുലയനും അദ്ദേഹത്തിൻ്റെ ഭാര്യ പണിക്കത്തി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവരുടെ കുടുംബാംഗങ്ങൾ ഒരുപാട് പേരുണ്ട്, 10-20 പേരുണ്ട്. പിന്നെ വാടകയ്ക്കെടുത്ത കുറച്ച് കൊയ്ത്തുകാരുമായിട്ട് വന്നിട്ട് വീടിൻ്റെ തന്നെ കിഴക്ക് വശത്ത് ഉണ്ടായിരുന്ന പാടത്ത് കുറച്ചേ ഉള്ളൂ, ഒരു 5 ഏക്കറേ വരത്തുള്ളൂ. അതിനകത്ത് നെൽകൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ഒരു സംഗതി കണ്ടിട്ട് കൊങ്കി മേടിച്ചിട്ട്, കൊങ്കി എന്നാണ് കൊല്ലത്തിൻ്റെ നാട്ടിൽ പറയുന്നത്, ഇവിടെ കൊയ്ത്തരിവാൾ. അത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാട്ടിലും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒരു മുഖമുദ്രയായിട്ടാണ് കൊയ്ത്തരിവാൾ എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുള്ളത്. അപ്പോൾ കൊങ്കി മേടിച്ചത് ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. പിന്നെ അവിടെയും ഇത് ഈ കറ്റയുടെ മൂട്ടിൽ വെച്ചാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഉഴുത് മറിക്കാനായിട്ട് പിന്നെ അവശേഷിക്കുന്നത് ശരിക്കും ഒരു കഷ്ടിച്ചൊരു 3-4 ഇഞ്ചുള്ള ഒരു കുറ്റിയായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഞാൻ നോക്കിയിട്ടത് മുകളിൽ വെച്ച് തന്നെയാണ്, കച്ചി അധികം എടുക്കുന്നില്ല അല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒന്ന് അരിവാളൊന്ന് തരുമോ? ഒന്ന് പോയി നോക്കട്ടെ. നല്ല മൂർച്ചയല്ലേ? ഈ കുട്ടിക്കാലത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യുന്ന അങ്ങനെ ഈ കുട്ടനാട്ടുകാരനും ഒരു കൊയ്ത്തുകാരനായി. അതെ അതെ.
കുറവായിരിക്കും. കൊയ്ത്ത് മെതി യന്ത്രമൊക്കെ വന്നു തുടങ്ങിയില്ലേ. പക്ഷെ ആ യന്ത്രമല്ലേ ഇപ്രാവശ്യവും ദുരന്തത്തിന് സഹായിച്ചത്? അതെ അല്ലേ? അത് നേരത്തെ എത്താത്തത് കൊണ്ടുണ്ടായ അതെ തന്നെ. ഈ മഴ കാലം തെറ്റി പെയ്തുകൊണ്ട് ഒരുപാട് നെല്ല് വീട് പോയി, കിളിർത്തു പോയി. ഒരു പാടശേഖരം മുഴുവനായി ഇങ്ങനെ കിളിർത്തു പോയി നശിച്ച് കിടക്കുന്നത് കാണുന്നത് വളരെ വേദനാജനകമായ കാഴ്ച. അത് കണ്ടുകൊണ്ടിരുന്ന് കരയാൻ മാത്രമേ ശരിക്കും കുട്ടനാടിൻ്റെ ഒരു എന്താ ഹൃദയം അറിയാവുന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക് അത് രീതിയിലിരുന്ന് കണ്ട് കരയാൻ മാത്രമേ സാധിച്ചുള്ളൂ. അതെ, തീർച്ചയായിട്ടും. പിന്നെ അല്ല, കരഞ്ഞു പോകും, ആരും കരഞ്ഞു പോകുന്ന കാഴ്ചയാണല്ലോ. ഇത് കൊല്ലത്തൊക്കെ ഇങ്ങനെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് കൂടെ വേറൊരു സംഭവം കൂടിയുണ്ട്. ചെറിയ മീനുകൾ കാണും. ആ മീൻ ഇങ്ങനെ വന്നിട്ട് എഴഞ്ഞ കാലിൽ കൂടെ കയറുമ്പോൾ പാമ്പാണെന്ന് പറഞ്ഞിട്ട് ചാടി ഓട്ടം, വീഴ്ച, ചെളിയിൽ പൂണ്ടു പോവുക. വീട്ടിൽ ചെല്ലുമ്പോൾ ഉറപ്പാ ഒരു ചൂല് തീരും. എന്തെങ്കിലും ഈ തൂത്തുവാരാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചൂലിനകത്തു നിന്നാണ് ഈർക്കിലെടുത്തിട്ട് നിക്കറ് താഴ്ത്തിയിട്ട് അല്ലെങ്കിൽ മുണ്ട് പൊക്കിയിട്ട് നല്ല അടി കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. വണ്ടികളെ കൊയ്ത്ത് കഴിഞ്ഞ് പറയില്ല ഈ കാലാപെറുക്കാന്ന് പറയും. പുറകെ ഇങ്ങനെ ഈ വിട്ടുപോകുന്ന കതിരുകൾ പെറുക്കിയെടുത്തോണ്ട് പോയി കടകളിലൊക്കെ കൊടുത്തിട്ട് മുട്ടായി ഒക്കെ വാങ്ങിക്കും. കൊയ്ത്ത് നടക്കട്ടെ. പിന്നെ ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. ഈ ചെളിക്കകത്ത് നടന്ന് അതുപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ റോഡിലൊക്കെ കുട്ടിക്കാലത്ത് സൈക്കിളിലൊക്കെ പോയി വീണ് ചെളി വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വെള്ളം തെപ്പി നടന്ന് ഒരുപാട് വളങ്കടി ഉണ്ടാവും. വളങ്കടി ഉണ്ടാവുമ്പോൾ ഉള്ള ഒരു ഏറ്റവും വലിയ സുഖം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ചൊറിച്ചിലാണ്. ചൊറിഞ്ഞില്ലെങ്കിൽ സുഖമില്ല, ചൊറിഞ്ഞാൽ അമിതമായ സുഖം. പക്ഷെ ആ ചൊറിച്ചിൽ പിന്നെ ചെന്ന് അവസാനിക്കുന്നത് ബ്ലീഡിങ്ങിലാണ്. നഖം കൊണ്ട് അവിടെ എല്ലാം പൊട്ടി പിന്നെ അതിന്റെ ഫ്ലൂയിഡ് ഒലിച്ച് ബ്ലഡ് വന്ന് അതിന്റെ പേരിലും ഒരു ചൂല് തീരും വീട്ടില് തല്ലിയിട്ട്. അതിന് നാടൻ മരുന്നുകളാണ് അന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. വേപ്പെണ്ണ വാരിത്തേ ചെറിയ മൈലാഞ്ചി ഇടും. വേപ്പെണ്ണ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുകച്ചിലാണ്. ആ പുകച്ചിലിന്റെ ഒരു കരച്ചിലിന് അതിനടുത്ത ചൂല് തീരും. അപ്പൊ അങ്ങനെ തല്ലുകൊണ്ട് കുറുമുണങ്ങി അങ്ങനെ നല്ല നല്ല ഓർമ്മകൾ. ഓണം ബാല്യകാല സ്മൃതികളുടെ കൂടിയാണല്ലോ. ചേട്ടൻ്റെ ബാല്യകാലം കുട്ടനാട്ടിലെ വാലടിയിൽ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകളുണ്ടാവും അല്ലേ? അപ്പം എങ്ങനെയാണ് ആ ബാല്യകാലത്തെ ഓർമ്മിക്കുന്നത്? വാലടി എന്ന് പറയുന്നത് ഇതാണ് വാലടി ഗ്രാമം. എൻ്റെ ഗ്രാമമാണ്. ഈ ഗ്രാമവുമായി ബന്ധപ്പെട്ട് ഓണത്തിൻ്റെ ഓർമ്മകളെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ അലതല്ലുന്നില്ല. പ്രധാനമായിട്ടും ഓണം കൊല്ലമാണ് എനിക്ക് ഓർമ്മയിലെത്തിക്കുന്നത്. ഇവിടെ ഇതിപ്പോൾ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. പണ്ട് ഇത്ര പോലും വലുപ്പമില്ലാത്ത ചെറു തോണികളാണ് ഉണ്ടായിരുന്നത് യാത്രയ്ക്കും മറ്റും. ഒരുപാട് പാലങ്ങളും. അതെ, ഒരുപാട് പാലങ്ങൾ. എൻ്റെ ഒരു 7ാമത്തെ 8ാമത്തെ വയസ്സിൽ ഈ പറയുന്ന ചങ്ങനാശ്ശേരി റോഡ് തന്നെ പൂർണ്ണമല്ല. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് അന്ന് പള്ളാത്തുരുത്തിയിൽ വന്നിട്ടൊരു ചങ്ങാടം, അത് കഴിഞ്ഞ് നെടുമുടി പാലം നിൽക്കുന്നിടത്ത് വന്നിട്ട് അടുത്ത ചങ്ങാടം, പിന്നെ അത് കഴിഞ്ഞിട്ട് 6 ചങ്ങാടങ്ങളുണ്ട് ആ റോഡിനിടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഈ ചങ്ങാടങ്ങൾ അത്രയും കടന്നെത്തി ഒരു സ്ഥലത്ത് വന്ന് നിർത്തിയിട്ട് അവിടെ കാറിട്ടിട്ട് അവിടുന്ന് പിന്നെ ഒരു തടിപ്പാലത്തിൽ കയറി ഇറങ്ങി അടുത്ത തുരുത്ത്, ആ തുരുത്തിൽ നിന്ന് അങ്ങനെ ഓരോ വീട് ഓരോ തുരുത്ത്, അങ്ങനെ ഒരു ഗ്രാമങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ പിന്നെ ചെറു തോണിയിൽ കയറി, പാലമില്ലാത്തടത്ത് വരുമ്പോഴത്തേക്കും ചെറു തോണിയിൽ കയറി എൻ്റെ അമ്മയുടെ കുടുംബം ഗ്രഹം നിലനിന്നിരുന്ന ആ തുരുത്തിലെത്തി. അവിടെ എൻ്റെ ഓർമ്മയിലുള്ളത് ഒരു 7 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സും ഉള്ളപ്പോൾ ഉള്ള ഒരു ഓർമ്മയെന്ന് പറയുന്നത് നിറയെ ഈ ഒതളങ്ങയായിരുന്നു. അതിൻ്റെ മരങ്ങളായിരുന്നു ഈ തുരുത്തിൻ്റെ മണ്ണിൻ്റെ എഡ്ജ്. അതിങ്ങനെ അത് കാറ്റും വെളിച്ചവും തേടി ആ മരം വളരുന്നത് കൊണ്ട് നേരെ വെള്ളത്തിലേക്ക് വീണ് കിടക്കുന്ന ഒതളമരം. അതിൽ നിന്ന് ഒതളങ്ങ പൊഴിഞ്ഞ് വെള്ളത്തിൽ കിടക്കും. ഈ കായലിലെ ഒരു അലതല്ലൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അടിക്കുന്നത്. അപ്പോൾ ഈ ഒതളങ്ങ മുഴുവൻ അതിനകത്ത് പൊന്തി കിടന്നിട്ട് അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് നമ്മൾ വട്ട് കളിക്കുക എന്ന് പറയത്തില്ലേ, ഗോലി, അപ്പോൾ അതുമായിട്ടൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ഓർമ്മകളാണ്. അതെ. അപ്പോൾ ശരിക്കും അമ്മ പറയുന്നത്
ആലപ്പുഴയിലാണ് എന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് എന്നെ പ്രസവിക്കുന്നത്. ശരി. അപ്പോൾ അതിനുശേഷം ഈ കുടുംബത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉള്ള താമസമുണ്ട്. ഇവിടെ 1-2 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ കാണാൻ, കുഞ്ഞായിട്ടിരിക്കുമ്പോൾ കാണാൻ അച്ഛൻ ഒരിക്കൽ വന്നപ്പോൾ ഈ വെള്ളത്തിലിറങ്ങി ഒരല്പം മുങ്ങിപ്പോകുന്ന കണ്ടീഷനിൽ, ഇപ്പോഴും നമ്മുടെ ഒരു മുട്ടറ്റം കാണില്ല, ആ വെള്ളത്തിലിറങ്ങി ഈ ഉതളങ്ങ എടുക്കാനുള്ള ഒരു ശ്രമം കണ്ടിട്ടാണ് അച്ഛൻ ഈ വെള്ളക്കെട്ട് കണ്ട് ഭയന്ന് എന്നെ പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോയത്. അതെ, അമ്മ പറയുന്നത്. ഇതിനിടയ്ക്ക് ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ തോണ്ടംകുളങ്ങരയിൽ അമ്മയുടെ വീടുണ്ട്, അമ്മയുടെ അച്ഛൻ്റെ വീട്. അപ്പോൾ അവിടെ എല്ലാ വീടുകളിലും ഈ പൂഴി മണലാണല്ലോ, പഞ്ചാര മണൽ. അപ്പോൾ എല്ലാ വീടിൻ്റെയും വടക്ക് കിഴക്കേ കോണിലൊരു കുളമുണ്ടാവും. അതിങ്ങനെ മണ്ണ് കോരി ആ കുളം നിർമ്മിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇങ്ങനെ കോരി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, ഒന്നുമില്ല. ഒരു കൽക്കെട്ടെന്ന് പറയുന്നത് കല്ല് വെച്ച് ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു പടി മാത്രമായിരിക്കും. അമ്മയുടെ ജന്മനാളിന് കൂടാൻ അച്ഛൻ അന്ന് ഫോർവേഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കായി. ആ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ അവിടുന്ന് എന്നെ കാണാനും അമ്മയുടെ പിറന്നാൾ പങ്കുവയ്ക്കാനും വേണ്ടി എത്തുന്ന സമയത്ത് എന്നെ ഈ കുളത്തിൽ, അതും ഈ പറഞ്ഞ മുട്ടറ്റം വെള്ളമേ ഉള്ളൂ. അമ്മാവനും എന്നേക്കാൾ കുറച്ച് പ്രായമൂപ്പേ ഉള്ളൂ. അപ്പോൾ അമ്മാവനും ഞാനും കൂടെ കളിച്ച് 1.5 വയസ്സുള്ളപ്പോൾ ഉരുണ്ട് ഇതിനകത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഡെഡ് ബോഡി ആയിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ 2 ഇൻസിഡൻസും വെച്ച് ഇനി ആലപ്പുഴയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി സ്ഥിരം കൊല്ലക്കാരനാക്കിയത് കൊണ്ടാണ് ഇന്ന് എല്ലാവരും കൊല്ലക്കാരനായിട്ട് അറിയുന്നത്. പക്ഷേ വേരുകൾ ഇവിടെയാണ്. ബാല്യകാലവുമായി ബന്ധപ്പെട്ട് ചില ബന്ധുക്കളും ചില പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാവില്ല, പഴയ ചില മുത്തച്ഛന്മാരെ, കാരണവന്മാർ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഓർമ്മയുണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മുമ്മ, അമ്മായിമാർ, അങ്ങനെ എല്ലാവരെയും അറിയാം. അവർ ചിലരൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ എനിക്ക് കുട്ടനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭീതി കലർന്ന ചില ഓർമ്മകളാണ്. അതെന്താണ്? ഈ പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ് 38-30 ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അന്ന് ഈ പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് മുത്തശ്ശി കഥ പറഞ്ഞു തരാനായിട്ട് എൻ്റെ അനിയന്മാർ, ട്വിൻ ബ്രദേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ട്വിൻസിനെ പ്രസവിച്ച് കിടന്നിരുന്ന സമയത്ത് വന്നിരുന്ന വയറ്റാട്ടിയും പിന്നെ കുഞ്ഞുങ്ങളെ ഏതാണ്ട് ഒരു 2 വർഷം വരെ നോക്കാൻ നിന്നിരുന്ന ഒരു ഭവാനിയമ്മ എന്ന് പറഞ്ഞിട്ട് ചവറക്കാരി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു തരുന്നത് മുഴുവൻ രാത്രി അവർ ഭക്ഷണം കഴിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിർബന്ധം. കാരണം അവരുടെ ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞ് വന്നാണ് ഞങ്ങൾ കിടക്കുന്നിടത്ത് വന്ന് പാവിരിച്ച് അവിടെ ഞങ്ങളുടെ തലയണയിലേക്ക് തലവെച്ച് കഥ പറഞ്ഞു തരും. ആ കഥയിൽ മുഴുവൻ യക്ഷിയാണ് കേന്ദ്ര കഥാപാത്രം. അപ്പോൾ ഈ യക്ഷിയുടെ കഥ കേട്ടിട്ട് അത് രാത്രി സ്വപ്നം കാണും, നിലവിളിക്കും. എന്നിട്ട് ഭവാനിയമ്മയും വഴക്ക് പറയും, ഞങ്ങളെയും അടിക്കാനായിട്ട് അച്ഛനും അമ്മയും കൈവങ്ങും. എന്നാലും അടുത്ത ദിവസം ആകുമ്പോഴേക്കും വീണ്ടും രാത്രിയാവണം, ഭവാനിയമ്മ ഭക്ഷണം കഴിക്കണം, ഈ കഥ കേൾക്കണം. അപ്പം യക്ഷി എന്ന് പറയുന്നത് ആണ് ഭൂതമായിട്ട്. സത്യത്തിൽ യക്ഷിക്ക് അങ്ങനെ ഒരു പരിവേഷമില്ല. അപ്പം ഭൂതമായിട്ട് മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ആലപ്പുഴയിൽ നിന്ന് അമ്മുമ്മയോ അപ്പൂപ്പനോ വരുമ്പം ഞാൻ ഈ പറഞ്ഞ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ള കുട്ടനാട്ടിലെ കൃഷി, അപ്പോൾ പിന്നെ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നു. അന്ന് അതിന് ഏക്കർ എന്നല്ല പറയുന്നത്, അന്ന് 10 പറ കണ്ടം, 1000 പറ കണ്ടം, പറക്കണക്കിനാണ് പറയുന്നത്. അപ്പം 1000കണക്കിന് പറ കണ്ടം ഉണ്ടായിരുന്ന ആളാണ്. അപ്പം ഈ 30ലോ 32ലോ മറ്റോ വലിയ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അന്ന് ഈ പറയുന്ന തോണിയും കാര്യങ്ങളും ഒന്നും അങ്ങനെ ശക്തമായിട്ടില്ല. അപ്പോൾ പിന്നെ നീന്തിയാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത്. ഈ വാലടി ഗ്രാമത്തിൽ നിന്ന് നമ്മൾ പോകുന്ന ദൂരം നമുക്കറിയാം. അപ്പോൾ അന്ന് വസൂരി കേരളത്തെ, ഇന്ത്യ മൊത്തം കേരളത്തെ വളരെ ഭീകരമായിട്ട് കയറി കടന്നു പിടിച്ച ഒരു സമയമായിരുന്നു. വസൂരി വന്നു കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന ബി ആർ പ്രസാദൊക്കെ ആ ചരിത്രമൊക്കെ ഒരുപാട് കുട്ടനാട്ടിനുകാരൻ. അതെ, വസൂരി വന്നു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. വീട്ടിലെ എല്ലാവർക്കും വസൂരി വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള വീടുകാർ ആ തുരുത്തുപേക്ഷിക്കുക എന്നുള്ളതാണ് അന്നത്തെ ഒരു കൾച്ചർ. അങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വസൂരി വന്ന് ഈ പ്രദേശം മുഴുവൻ ഈ വസൂരി വന്ന ആളിനെ പായിൽ പൊതിഞ്ഞ് വെള്ളത്തിൽ ഉപേക്ഷിച്ചേക്കും. അപ്പോൾ ഈ നീന്തിപ്പോകുന്ന വെള്ളത്തിൽ എപ്പോഴും ഇങ്ങനെ പായ്ക്കെട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അതെല്ലാം പാതി മരിച്ച, മരിക്കാറായ, അല്ലെങ്കിൽ പിന്നെ മരിച്ച ശരീരങ്ങളാണ് വരുന്നത്. അപ്പൂപ്പൻ പറഞ്ഞ കഥയിലെ ഒരു യക്ഷിയാണ്
ഇതുണ്ട്, ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് എന്നെ വിശ്വസിപ്പിക്കുന്നു. അതൊരു കഥയായിരുന്നെങ്കിലും അപ്പൂപ്പൻ പറഞ്ഞതിനകത്ത് ഒരുപാട് സത്യത്തിൻ്റെ ടോണുണ്ടായിരുന്നു. പിന്നെ ഇതിന് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഹാലൂസിനേഷൻ, അതെ എന്നൊക്കെ പറയും. അപ്പൂപ്പനും കുട്ടിക്കാലത്ത് ഇതുപോലെ യക്ഷിയുടെ കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അപ്പൂപ്പൻ ഇത് യക്ഷിയാണെന്ന് തോന്നിയതാവും. അപ്പൂപ്പൻ ഇത് പറഞ്ഞ പോലെ ആലപ്പുഴയിൽ പോയിട്ട് രാത്രി 2:30 മണിയായി ഇങ്ങോട്ടുള്ള നീന്തൽ തുടങ്ങാൻ. എന്നിട്ടൊരു 3-3:30 മണിയാകുമ്പം ഒരു വരമ്പിലെത്തി കയറി നിൽക്കുമ്പോൾ അന്ന് ഇവിടെ പനയുണ്ട്. അപ്പം വന്ന് ഈ ക്ഷീണം തീർക്കാൻ വേണ്ടി ആ വരമ്പത്ത് കയറി ഇരിക്കുമ്പോഴേക്കും പുറകിൽ നിന്നൊരു ചിലങ്കയുടെ ശബ്ദം കേട്ടു. തിരിഞ്ഞ് നോക്കിയപ്പം വെള്ള വസ്ത്രം ധരിച്ച ഒരു സുന്ദരിയായ സ്ത്രീ ചുണ്ണാമ്പ് ചോദിക്കും എന്ന് അപ്പൂപ്പൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ ചുണ്ണാമ്പ് ചോദിക്കുന്നു. അപ്പോൾ തിരിച്ച് ചുണ്ണാമ്പ് കൊടുക്കാനായിട്ട് കയ്യിൽ കത്തിയില്ല, അതിന് പകരം ഇല്ലത്തെ പത്തായപ്പുരയുടെ താക്കോലുണ്ട്, അതും ഇരുമ്പാണല്ലോ. അപ്പോൾ താക്കോലിനകത്ത് ചുണ്ണാമ്പ് കോരി കൊടുക്കുന്നു. ഇതൊന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം അപ്പൂപ്പൻ്റെ തോന്നലാണ്, ഭീതി. അപ്പോൾ കൊടുത്തിട്ട് അന്നേരം തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇരുമ്പ് കണ്ടു കഴിയുമ്പോൾ യഥാർത്ഥ സ്വരൂപം വരും. അപ്പം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് വളരെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രൂപം. എനിക്കിപ്പോഴും അത് പറയുമ്പോൾ ഈ രൂപമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പം ആ രൂപം കണ്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നീന്തി പോകുന്ന വഴിക്ക് ഒരു പായ്ക്കെട്ട് വന്ന് തട്ടി. ആ തട്ട അതിൻ്റെ കാലുകൊണ്ട് കിട്ടി. അപ്പൂപ്പനൊന്ന് കറങ്ങി തിരിഞ്ഞു വരുമ്പോഴേക്കും അതിൻ്റെ മുഖം മുന്നിലാണ്. അതും വളരെ വികൃതമായിട്ട് മുഖം മുഴുവൻ കല വീണ ഒരു മരിച്ചുപോയ ആളുടെ ശവശരീരമായിരുന്നു. ഇവിടുന്ന് പെടച്ചടിച്ചാണ് തറവാട്ടിലെത്തുന്നത്. തറവാട്ടിലെത്തിയപ്പോഴേക്കും അപ്പൂപ്പൻ്റെ മുഖത്ത് കലയുണ്ടായിക്കഴിഞ്ഞു. അത് ശരി. അന്നത്തെ ആ വസൂരിയിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ്. അപ്പോൾ ഈ കഥയും മറ്റുമാണ് കുട്ടനാട് എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാല സ്മരണകളല്ല. പിന്നെ വേറെ ഒരു ഇതുള്ളത്, അന്ന് അമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്ത് ഫസ്റ്റ് BSc സുവോളജി കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ആണ് എന്നെ പ്രസവിക്കാൻ വേണ്ടി ആശുപത്രി